Watch full episodes on Jio Hotstar. വേഗം വരൂ, നമുക്ക് നമ്മുടെ ജോലി നോക്കാം. ആരോ വരുന്നുണ്ട്, വേഗം പോയി ഒളിഞ്ഞോളൂ, വേഗം. എന്റെ അമ്മേ, എന്റെ ഷൂ ദേ പോയല്ലോ. വേഗം പോയി ഒളിച്ചോ, അല്ലെങ്കിൽ അവര് നമ്മളെ കാണും. നിന്റെ ഷൂ അവിടെ തന്നെ ഇരിക്കട്ടെ, വിട്ടേക്ക്. അവരെന്റെ ഷൂ എടുത്തു കൊണ്ടുപോയി. ഒരു കാര്യം ചെയ്യേ, നീ നിന്റെ ഷൂ മറന്നേക്ക്. ആദ്യം നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് വേഗം രക്ഷപ്പെടാം. ഒന്ന് വേഗം വാ. അതെ, പിന്നെ എത്രയും പെട്ടെന്ന് എനിക്ക് തുളസി ഇട്ടിട്ട് ആ ചായ ഉണ്ടാക്കി കൊണ്ടുപോവാ. തൊണ്ട വളരെ മോശമായി കിടക്കുക. ശരി, ഉണ്ടാക്കി കൊണ്ടുതരാം. അല്ല, തൊണ്ടയ്ക്ക് ശരിയില്ലെങ്കിൽ പിന്നെ എന്തിനാ പാടുന്നേ? എന്റെ അമ്മോ, നേരം വെളുത്തില്ല. ഈ കിളികളെ കരയുന്നതിന് പകരം ഈ മുത്തശ്ശന്റെ പാട്ടാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഓ, എന്താ ചെയ്യാ? ഈ ചെടികൾക്കൊന്നും മനസ്സമാധാനത്തോടെ വെള്ളമൊഴിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. എന്താ ഇത്? ഒന്നാമത്തെ ചെടികളൊക്കെ വാടിയിരിക്കുകയായിരുന്നു. നിങ്ങളുടെ പാട്ടും കൂടെ കേട്ടപ്പോ പിന്നെ പൂർണ്ണമായി. എന്റെ മുത്തച്ഛ, സൺഡേ മൺഡേ ആയി പോയല്ലോ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് അലറുന്നേ? എന്റെ പൊന്നു മുത്തച്ഛ, ഒന്നും മിണ്ടാതിരിക്കേ. അയ്യോ മുത്തശ്ശ, ഒന്ന് വായടിക്കൂ പ്ലീസ്. കാലിനുള്ളവരെ കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങി. ശിവയുടെ മുത്തശ്ശ ഒന്ന് നിർത്തു. ഈ പരിസരത്ത് വേറെ ആളുകൾ താമസിക്കുന്നുണ്ട്. അവരെ കുറിച്ച് ഇങ്ങനെ കുറച്ചൊന്ന് ആലോചിച്ചൂടെ? ഒന്നാമതെ അപശ്രുതി തന്നെയാ പാടുന്നത്. അതും അല്ലാതെ പരിസരത്തുള്ള ആളുകളുടെ പ്രാക്കും. ആർക്കും എന്റെ സംഗീതം ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ എത്ര നേരം കൊണ്ടാ ഒരു തുളസി ടീ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത് എന്നോട്. ഇനി അത് എപ്പോ ഞാൻ എന്റെ തൊണ്ടക്കുഴിയിലോട്ട് ഒഴിക്കും? അതിനുശേഷമല്ലേ എനിക്ക് നല്ല രീതിയിൽ പാടാൻ പറ്റുള്ളൂ. ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞില്ലേ? ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ ഈ അപശ്രുതി പാടാതിരിക്കേ. അതിനെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട, ഞാൻ വായ തുറക്കുന്നില്ല. അല്ല, ഇതിലെന്താ ഈ കിടക്കുന്നത്? ഇത് വളരെ ചെറിയ ഷൂ ആണല്ലോ. ഇതെങ്ങനെയാ ഇവിടെ എത്തിയത്? എവിടെ നിന്നാണാവോ? ഇത് കണ്ടില്ലേ, വളരെ ചെറിയൊരു ഷൂ എനിക്ക് ഇലകളുടെ ഇടയിൽ നിന്ന് കിട്ടിയതാ. നോക്കിക്കേ ഇത് എങ്ങനെയെന്ന്. ഇത് എവിടെ നിന്നാണ് വന്നേന്ന് ഇപ്പൊ അതിശയം. ഇത്രയും ചെറിയ ഷൂവോ? മുത്തശ്ശി, നിങ്ങൾ ചായ ഇടുന്നതിന് മുമ്പ് പുറത്തെവിടെയെങ്കിലും പോയിരുന്നോ? ഞാൻ എങ്ങോട്ട് പോകാനാ മോനെ? ഞാൻ മോളില് തുളസി ചെടിയിൽ നിന്ന് തുളസി എടുക്കാൻ പോയതാ. മുകളിൽ തുളസി? ഞാനിപ്പോ വരാം മുത്തശ്ശി. ഓ എന്റെ മോനെ, ഇപ്പൊ നീ എങ്ങോട്ടാ പോകുന്നേ? ഇപ്പൊ വരാം മുത്തശ്ശി. ദേ കിടക്കുന്നു എന്റെ ഷൂ. വേഗം വാ, വേഗം വാ. ഒരു ചെറുക്കൻ ദേ അവിടെ മറഞ്ഞിരുന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. അവൻ ദേ നമ്മളെ കണ്ടിരിക്കുന്നു. ഇനി അവൻ പോയിട്ട് അവന്റെ ഫാമിലിയിലും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നമ്മളെ കുറിച്ച് പറയും. ഇവൻ കാരണം നമുക്ക് പ്രശ്നം കൂടാൻ പോവാ. അതുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ, നമുക്ക് ഇവനെ തട്ടിക്കൊണ്ട് പോവാം. എന്താ, അവന് നമുക്ക് പൊക്കാം. നീ പറഞ്ഞത് ശരിയാ. ഇവനെ അങ്ങനെ വിട്ടാ പറ്റില്ല കേട്ടോ. ഇവൻ എന്തായാലും നമ്മളെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ബാക്കിയും കൂടെ മനസ്സിലാക്കാനുള്ള അവസ്ഥ എന്താവും? ഒന്ന് വിട്ടേക്ക്. അവൻ പ്രശ്നക്കാരനാണെങ്കിൽ ഷൂ എന്തിനാ തിരിച്ചുകൊണ്ടെന്ന് വെക്കുന്നേ? അതാണ് അവന്റെ പ്ലാന്. ആദ്യം അവൻ ഇവിടെ ഷൂസ് വെച്ചു,
എന്നാലല്ലേ അവന് നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റൂ. ഇവരെന്താ ഈ ചെയ്യുന്നത്? ഇനിയിപ്പോ അവര് ആൾക്കാരെ വിളിക്കണോ? പക്ഷെ എന്തിനാ? എന്നത്? നിങ്ങളൊക്കെ ആരാ? ഇവിടെ എന്താ നടക്കുന്നത്? എനിക്ക് എന്താ തല കറങ്ങുന്നു. എനിക്ക് എന്താ സംഭവിക്കുന്നു? എനിക്ക് തല കറങ്ങാനും തോന്നുന്നു. ഇത് ശിവയുടെ മെസ്സേജ് ആണല്ലോ. Look up. Follow me. I'm in danger. അവിടെ നോക്കൂ, അവിടെ ശിവ is in danger. ആദി യുടി, let's follow him. ശിവയെ ആരാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്? എനിക്ക് തോന്നുന്നു ഏലിയൻസ് ആയിരിക്കുമെന്ന്. ഹലോ ലേഡീസ് ആൻഡ് സർ, വേഗം വരൂ, എമർജൻസി. യെസ് യെസ്, ഐ ആം കമ്മിങ്, ഡോണ്ട് വറി. ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ലഡ്ഡു സിംഗ് സർ, ഇത് ഡയലോഗ് അടിക്കേണ്ട സമയമല്ല. കം ഫാസ്റ്റ്. യെസ് യെസ്, ഞാൻ വരാം. ദാ ഇപ്പൊ എത്തുന്നേ. എന്താ പറ്റിയ രേവ? എന്താണ് ഒരു എമർജൻസി? ലഡ്ഡു സിംഗ് സർ, ദേ അങ്ങോട്ട് മുകളിൽ നോക്ക്. ഏലിയൻസ് നമ്മുടെ ശിവയെ കൊണ്ടുപോകുന്നത് കണ്ടോ? ആദ്യം വന്ന് അവര് ശിവയെയാണ് പിടിച്ചിരിക്കുന്നത്. ഇനി നമ്മളെ ആയിരിക്കും അടുത്ത് പിടിക്കാൻ പോകുന്നത്. മനുഷ്യനോ അല്ലെങ്കിൽ ഏലിയനോ ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ വരെ എവിടെയെങ്കിലും ഒരു കിഡ്നാപ്പിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ കിഡ്നാപ്പിംഗ് സ്വയം അവന്റെ കൂട്ടുകാരോട് പറയും കിഡ്നാപ്പിംഗ് മതിയാക്കാം, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് സൈക്കിള് വിട്ടോ, എന്നിട്ട് പെട്ടെന്ന് എന്റെ ബൈക്കിൽ കയറി ഇരിക്കേ. അതാ ശിവ അവിടെയുണ്ട്, വേഗം പോകൂ. കിങ്, ഇവൻ ഒളിഞ്ഞിരുന്ന് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ നമ്മളെപ്പറ്റി ആരോടും പറയാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഇവനെ ഇങ്ങോട്ട് പൊക്കിക്കൊണ്ട് വന്നത്. സത്യം പറയുവാണെങ്കിൽ ഇവന്റെ കഥ അവസാനിപ്പിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഞാൻ ആരോടും നിങ്ങളെ കുറിച്ച് പറയില്ല. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ആരാ, എവിടുന്നാ വന്നിരിക്കുന്നെന്ന് ഞാൻ അറിയണമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ, എന്നെ വിശ്വസിക്കൂ. ഇവനീ പറയുന്നത് നുണയാണ്. ഈ നിമിഷം തന്നെ ഇവന്റെ കഥ അവസാനിപ്പിച്ചേക്കാം. എല്ലാവരും ഒന്ന് സമാധാനമായിരിക്കും. ഇവൻ എന്താ പറയുന്നെന്ന് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. ശിവ, നീ പേടിക്കരുത്. ലഡ്ഡു സിംഗ് ഇതാ എത്തിക്കഴിഞ്ഞു. You all are under arrest. കിങ്, ഇത് കണ്ടില്ലേ? ഇവന്റെ സുഹൃത്തിനെയും കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവനെ വിടരുത്, പിടിക്ക്. ലഡ്ഡു സിംഗ് സർ, നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. നമ്മൾ ഇവരൊപ്പം വഴക്കിടണ്ട. ഇവരെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. എന്നെ കൊതു കടിച്ചു. ഇതെന്താ ശിവ? എന്റെ ചുറ്റും ഈ നിൽക്കുന്നതെല്ലാം എനിക്ക് ഇതെല്ലാം വളരെ വലുതായിട്ടാണല്ലോ കാണുന്നത്. എന്താ ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെ മാറുന്നത്? അയ്യോ ലഡ്ഡു സിംഗ് സാർ, ഇങ്ങനെ ചുറ്റിലും നോക്കുന്ന നിർത്തിയിട്ട് ആദ്യം നിങ്ങൾ തന്നെ നോക്കൂ. നിങ്ങൾ ചെറുതായിരിക്കുകയാണ്. എനിക്കിപ്പോ എന്താ സംഭവിച്ചത്? പറയൂ, എന്താ സംഭവിച്ചത്? നിങ്ങളൊക്കെ എന്തായി ചെയ്യുന്നത്? എന്ത് പറ്റി ശിവ? റൺ, വേഗം റൺ. ഇപ്പൊ അതൊന്നും പറയാൻ സമയമില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.